മംഗലാപുരത്ത് നിന്ന് കച്ചവടം കഴിഞ്ഞു മടങ്ങിയ മത്സ്യമുതലാളിയെ മുളകുപൊടി വിതറി കൊള്ളയടിച്ച സംഘത്തിലെ രണ്ടുപേരെ തലശ്ശേരി ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തു. ഉബൈദുള്ള, സാദിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾ ഉടൻ പിടിയിലാവുമെന്ന് പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ മെയ് 1 ചൊവ്വാഴ്ച പുലർച്ചെയാണ് സ്കോർപിയോ കാറിൽ ആയുധങ്ങളുമായി എത്തിയ ഉബൈദുള്ളയും സാദിഖും ഉൾപ്പെട്ട കൊള്ളസംഘം പാറപ്രം ബസാറിനടുത്ത് മത്സ്യലോറി തടഞ്ഞ് ഡ്രൈവർ മംഗലാപുരം വണ്ട്യാല പുത്തൂർ ഇന്ദിരാനഗറിൽ അബൂബക്കർ സിദ്ദിഖിനെ ആക്രമിച്ച് ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന 3 ലക്ഷം രൂപ കവർന്നത്. മംഗലാപുരത്ത് നിന്നും ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യം കൊച്ചിയിൽ വിൽപ്പന നടത്തി സ്വദേശത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് വഴിയിൽ കൊള്ളക്കിരയായത്. കാറിൽ പിന്തുടർന്ന 6 അംഗ സംഘമാണ് കൊള്ള നടത്തിയിരുന്നത്. പാറപ്പുറം വെച്ച് ലോറിക്ക് കുറുകെ കാർ നിർത്തി തടഞ്ഞ ശേഷം ഡ്രൈവർ സിദ്ദിഖിന്റെ മുഖത്ത് മുളക് വെള്ളം തളിച്ച് മർദ്ദിച്ച് അവശനാക്കുകയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്നെടുക്കുകയുമായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ നേടിയ സിദ്ദിഖിന്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത്. കവർച്ചാ സംഘം സഞ്ചരിച്ച KA01 MA 3539 സ്കോർപിയോ 1 മാസം മുമ്പേ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ഇത് ഇപ്പോൾ ധർമ്മടം പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. കേസിൽ ഇനിയും 4 പ്രതികളെ പിടികൂടാനുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായവരെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ ഇരുവരുടെയും ഫോട്ടോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ASIമാരായ AK വത്സൻ, ഹേമരാജ് മേച്ചേരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജയൻ, സിവിൽ പോലീസുകാരായ ബിജുലാൽ എന്നിവരാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്.